നിലപാട് കൂടി ലോക രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുമ്പോൾ ഇതിനകത്ത് ഇന്ത്യയുടെ നിലപാട് കൂടി JD വാൻസ് പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളുടെ വിഷയമല്ല, ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാനില്ല, അമേരിക്ക ഈ വിഷയത്തിനകത്ത് ഇടപെടുകയില്ല എന്ന് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യങ്ങൾ പോകുന്നു. അതേസമയത്ത് ജയശങ്കർ മാർക്കോ റൂബിയോയുമായി സംസാരിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എസ്കലേഷൻ നീക്കത്തിലേക്ക് കടക്കാൻ അതിൽ തടയിടും ഇന്ത്യ എന്ന് വ്യക്തമാക്കുന്നു. അതായത് പ്രതിരോധവും പ്രത്യാക്രമണവും തന്നെയാണ് ഇന്ത്യ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. അതിനിടയിലാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള പാകിസ്ഥാന്റെ ആഭ്യന്തര കലാപം കൂടി പാകിസ്ഥാനെ മുൾമുനയിൽ നിർത്തുന്ന സാഹചര്യങ്ങൾ വരുന്നത്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിനകത്ത് ഏത് തരത്തിൽ ഇടപെടുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഇനി ഉറ്റു നോക്കുന്നത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തുർക്കി ഇതിനകത്ത് നേരിട്ട് ഇടപെടാനുള്ള ഒരു കാര്യം. തയ്യിപ്പ് എർദോഗൻ ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യത്തിൽ ചർച്ചകൾ നടത്താനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് തുർക്കി സ്വീകരിച്ചിരിക്കുന്നു. ഈ തുർക്കിയെ മാറ്റി നിർത്തിയാൽ മറ്റ് ലോക രാഷ്ട്രങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണ, ചൈനയുടെ പിന്തുണ പോലും പാകിസ്ഥാനൊപ്പമില്ല. നൺ ഓഫ് അവർ ബിസിനസ് എന്ന് JD വാൻസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക ഈ വിഷയത്തിനെ കാണുന്നത് മറ്റൊരു തലത്തിലാണ് എന്ന് പറയുന്നു. വിശദാംശങ്ങളുമായി കിരൺ ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നു. കിരൺ, ഏതായാലും വിദേശകാര്യ മന്ത്രാലയം രാവിലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നു, ഈ കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഒരുങ്ങുന്നു. പാകിസ്ഥാന്റെ ആക്രമണം, അതിനുള്ള പ്രത്യാക്രമണം ഇപ്പോഴും ഈ മിനിറ്റിൽ പോലും മണിക്കൂർ, അതായത് 12 മണിക്കൂറിന് ശേഷം നിരന്തരം അതിർത്തിയിൽ നടക്കുന്ന ഈ ഷെല്ലാക്രമണം, ഇത്രയും കാര്യങ്ങൾ നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിട്ട് പോലും പാകിസ്ഥാൻ വീണ്ടും അടി ചോദിച്ചു വാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. യുദ്ധമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളിത് എസ്കലേറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു സന്ദേശമല്ലാതെ പാകിസ്ഥാൻ മറ്റൊന്നും നൽകുന്നില്ല. ഇനി അന്താരാഷ്ട്ര സമൂഹം, ലോകരാജ്യങ്ങളുടെ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് കരുതണമോ? ഇതൊന്നും ഞങ്ങൾ ഇടപെടേണ്ട വിഷയമല്ല എന്ന് JD വാൻസ് എന്ന് പറയുന്നിടത്ത് ഇതേത് തലത്തിലേക്കാണ് പോകുന്നത്? ഇന്ത്യ ഇനി എന്ത് നീക്കമായിരിക്കും മുന്നോട്ട് വെക്കുക എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ വിലയിരുത്തണം ഈ നിമിഷത്തിൽ? അപർണ, അത് പ്രധാനം തന്നെയാണ് അമേരിക്കയുടെ പ്രതികരണം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആദ്യം ഇവിടെ ആക്രമണം ഉണ്ടായ ഘട്ടത്തിലൊക്കെ ഇന്ത്യയെ പരസ്യമായി ഒരു ഘട്ടത്തിൽ വലിയ അനുകൂലമായ പ്രതികരണമൊക്കെ നടത്തിയ ആളാണ്. പക്ഷേ അമേരിക്ക ഇപ്പോൾ എടുത്ത നിലപാട് ഇത് ഞങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന വിഷയമല്ല, ഇന്ത്യയോട് ആക്രമിക്കരുത് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, പാകിസ്ഥാനോട് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള മട്ടിലേക്കാണ്. അവർ ആക്രമണം ലഘൂകരിക്കണം എന്നതാണ് ഞങ്ങളുടെ പൊതു അഭിപ്രായം. അങ്ങനെ ഈ രണ്ടുപേരെയും ഏതെങ്കിലും തരത്തിൽ നോവിപ്പിക്കുകയോ അല്ലെങ്കിൽ സമ്മർദ്ദപ്പെടുത്തുകയോ ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള അഭിപ്രായ പ്രകടനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി വന്നിരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി ഇന്ത്യ നടത്തിയ കനത്ത പ്രത്യാക്രമണത്തിന് മുന്നോടിയായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി ജയശങ്കർ തന്നെ അമേരിക്കൻ ദേശീയ ഉപദേഷ്ടാവ് മാർക്കോ റൂബിയോവുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിച്ച ശേഷം ജയശങ്കർ അതിന് തൊട്ടു പിന്നാലെ നടത്തിയ അദ്ദേഹത്തിൻ്റെ എക്സിലൂടെ നടത്തിയ പ്രതികരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിരുന്നു. അവിടെ പറഞ്ഞത് ഇന്ത്യ ഏത് തരത്തിലാണോ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്നത് അതേ മട്ടിൽ തന്നെ ഇന്ത്യയെ തിരിച്ചടി ഉണ്ടാവും എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാട് ഇന്ത്യ വ്യക്തമാക്കുന്നു. അത് അമേരിക്കയോടും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് മാർക്ക് റൂബിയോയുമായി ചർച്ച നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ അത്തരത്തിലേക്കൊരു പോസ്റ്റ് ഇടുന്നത്. അത് ഇന്ത്യക്കാർക്കും പാകിസ്ഥാനും മാത്രമുള്ള ഒരു സന്ദേശമല്ല, അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. പാക് പ്രകോപനം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ ആ തരത്തിലേക്ക് തന്നെ ഇന്ത്യ തിരിച്ചടിക്കും. അത് ചിലപ്പോൾ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അടിയായിരിക്കും ഉണ്ടാവുക. പലപ്പോഴും അതിന് ആ തരത്തിലേക്ക് പാകിസ്ഥാൻ നേരിടേണ്ടി വരും. അതിനെ തടയാൻ ലോകരാജ്യങ്ങൾ നിൽക്കരുത് എന്നൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. ലോകരാജ്യങ്ങൾക്ക് മേൽ ഇന്ത്യ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യം, നിങ്ങൾ പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തൂ, പാകിസ്ഥാൻ ഇതിൽ നിന്ന് പ്രകോപനത്തിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറാവൂ, ഇന്ത്യ ആദ്യം കയറി ആക്രമിക്കില്ല എന്ന് തുടക്കം മുതൽ തന്നെ ഇന്ത്യ പറഞ്ഞിരുന്നു. പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇന്ത്യ ആക്രമിക്കുന്നത്. പക്ഷേ ഇന്ത്യ ആക്രമിക്കുമ്പോൾ അത് പാകിസ്ഥാൻ ആക്രമിക്കുന്ന അതേ ശക്തിയിലോ അതേ വേഗതയിലോ ആയിരിക്കില്ല, അതിനേക്കാൾ ചിലപ്പോൾ ഇരട്ടിയോ അതിനേക്കാൾ ശക്തി കൂടിയതോ ആക്രമണമാവും ഉണ്ടാവുക. പക്ഷേ ഇന്ത്യ അതിനുശേഷവും ഒരാക്രമണം കഴിഞ്ഞാൽ അടുത്ത ആക്രമണത്തിലും ഇന്ത്യയായി ആദ്യം ആക്രമിക്കില്ല, ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കുക എന്നുള്ള നയം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെ വളരെ സുപ്രധാനമായ ചില വാർത്തകൾ കൂടി പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ ഈ ഇന്ത്യയുമായി ഈ തരത്തിലേക്കുള്ള പ്രകോപനമൊക്കെ തുടരുമ്പോഴും കടുത്ത ആഭ്യന്തര സംഘർഷത്തിൽ കൂടി നിൽക്കുകയാണ്. അവിടെ ബലൂചിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ കൊറ്റ പിടിച്ചെടുത്തതായിട്ടുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ രാത്രി പാകിസ്ഥാൻ ഫ്രോണ്ടിയർ കോർപ്സിന്റെ ആസ്ഥാനത്തിന് നേരെയൊക്കെ വലിയ ബോംബ് സ്ഫോടനവും
സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് പൂർണ്ണമായും പാക് സൈനികരെ തുരത്തി എന്നാണ് BLA അവകാശപ്പെടുന്നത്. BLAയുടെ അവകാശവാദം ലോകരാജ്യങ്ങളോ മറ്റേതെങ്കിലും കാര്യത്തിൽ അത്ര സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ ബലൂചിസ്ഥാനിൽ പാക് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പലതവണ ഷെല്ലാക്രമണവും ബോംബാക്രമണവും ഒപ്പം തന്നെ വെടിവെപ്പൊക്കെ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ ആ സ്ഥലത്ത് നിന്ന് പ്രദേശവാസികളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BLAയുടെ അവകാശവാദം അനുസരിച്ചാണെങ്കിൽ കൊറ്റ പൂർണ്ണമായും BLAയുടെ നിയന്ത്രണത്തിലേക്ക് വന്നു കഴിഞ്ഞു. അവിടെ നിന്ന് പൂർണ്ണമായും പാകിസ്ഥാൻ സേനയെ അവർ പിന്നോട്ടടിച്ചു. പാകിസ്ഥാൻ സേന അവിടുന്ന് പിൻവാങ്ങി എന്നുള്ള വിവരമാണ് BLA പറയുന്നത്. പക്ഷേ പാകിസ്ഥാൻ സേനയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഇതിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും സ്ഥിരീകരണം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്നലെ രാത്രി വൈകിയും ഈ ബലൂചിസ്ഥാനിൽ പ്രത്യേകിച്ച് കൊറ്റയിലുമൊക്കെ പാകിസ്ഥാൻ ഫ്രോണ്ടിയർ കോർപ്സിൻ്റെ ആസ്ഥാനത്തിന് നേരെ ഫ്രോണ്ടിയർ കോർപ്സിൻ്റെ വിവിധ സ്റ്റേഷനുകൾക്ക് നേരെയൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം സ്ഫോടന ശബ്ദം കേട്ടതായും വെടിവെപ്പ് ഉണ്ടായതായും അവിടെയൊക്കെ ഷെല്ലാക്രമണം അടക്കം പല സ്ഥലങ്ങളിൽ നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും സൈനികരുടെ സാന്നിധ്യം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി കാണുന്നുണ്ടായിരുന്നില്ല എന്നും പ്രാദേശിക മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. BLAയുടെ അവകാശവാദം അനുസരിച്ചാണെങ്കിൽ പാക് സൈന്യം ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിന്, ഇന്ത്യയുമായിട്ടുള്ള പോരാട്ടത്തിന് അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കാൻ വേണ്ടി കോപ്പുകൂട്ടി നിൽക്കുമ്പോൾ, അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുമ്പോഴാണ് കാലങ്ങളായി ബലൂചിസ്ഥാൻ പ്രത്യേകമായ ഒരു രാജ്യമായി വേണം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദീർഘകാലമായി ഇപ്പോൾ നടക്കുന്ന പാകിസ്ഥാൻ സേനയ്ക്കെതിരെ നടക്കുന്ന പോരാട്ടത്തിൽ അവർ ഇപ്പോൾ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവർ സൈന്യത്തെ ഈ തക്കം നോക്കി തന്നെ സൈന്യത്തിൻ്റെ വലിയൊരു വിഭാഗത്തിൻ്റെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിഞ്ഞ സമയത്ത് തന്നെ ബലൂജിലെ പോരാളികൾ അവർ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. സൈന്യത്തിൻ്റെ അവിടെ നിന്ന് തുരത്തിയിരിക്കുന്നു എന്നാണ് അവർ നൽകുന്ന അവകാശവാദം.